നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ പൂയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 12ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് വ്യാഴപ്പഴമുള്ള സമയമാണ്. 12ാം വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ചും ചന്ദ്രലഗ്നാൽ ഭാഗ്യാധിപതിയാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം, വീട് വിട്ട് അന്യദേശത്തൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു യോഗമാണ് 12ാം വ്യാഴം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ഈ മാസം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ദ്വാദശാക്ഷരിയോ അഷ്ടാക്ഷരിയോ ജപിക്കാനായിട്ടും ശ്രദ്ധിക്കണം. നിപുണായോഗമുണ്ട്. ലഗ്നത്തിൽ ആദിത്യനും ബുധനുമാണ് നിൽക്കുന്നത്. അപ്പോൾ സഹായ സ്ഥാനാധിപതി ലഗ്നത്തിൽ നിൽക്കുന്ന കാരണം എല്ലാ സഹായങ്ങളും കിട്ടാനായിട്ട് യോഗമുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത വാശി പോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ യോഗമുള്ളൊരു സമയമാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, അതേപോലെ കണ്ണ്, ചെവി, മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള എന്തെങ്കിലും രോഗാവസ്ഥ, അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ട് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനും സാധ്യതയുള്ള സമയമാണ്. അതുകൂടാതെ തന്നെ നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയമാണ്. മാത്രമല്ല 4ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. നല്ല സഹായങ്ങൾ കിട്ടാനും സഹോദര ബന്ധങ്ങളൊക്കെ ഉറച്ച ബന്ധങ്ങളുണ്ടാകാനും ഒക്കെ യോഗമുള്ള സമയമാണ്. എന്നാൽ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങളും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടുവേദന പോലെയുള്ള എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ, അടിവേറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയ്ക്കൊക്കെ പ്രാധാന്യമുള്ളത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വേണം. അത് മാത്രമല്ല 10ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ രക്ഷാസ്ഥാനത്ത്. അപ്പോൾ തൊഴിലുള്ളവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ധനം കിട്ടാൻ യോഗമുണ്ടെങ്കിലും ആ ഘടനകാരകനായിരിക്കുന്ന കേതുവിൻ്റെ സാന്നിധ്യമുള്ളത് കാരണം കൊണ്ട് കർമാധിപതിയോട് ചേർന്നിട്ട് കേതു നിൽക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ മുടക്കങ്ങൾ വരുത്തുകയോ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്യണം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് ഈ മാസം. ഈ രീതിയിലുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയൊക്കെ കുറയാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുക, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കാര്യത്തിൽ കാലതാമസം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.